ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ അന്ന് ഫുൾ സേവനവാരമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് അത്രയും സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞായറാഴ്ച ദിവസമാണ് മൊത്തം ക്ലീനിങ്. പ്രത്യേകിച്ച് പുറത്ത്. അകത്ത് പിന്നെ എന്നും അടിച്ച് വാരുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നതാണ് കിട്ടുന്ന സമയങ്ങളിൽ. പുറത്ത് പിന്നെയെന്ന് വെച്ചാൽ മൊത്തം തൂത്ത് വൃത്തിയാക്കാനുള്ളൊരു സമയം കിട്ടാറില്ല. ഇനി അടിച്ച് വാരിയാലും ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുകയേ ചെയ്യാറുള്ളൂ. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാലാണ് മൊത്തം ചുറ്റുപാട് മുഴുവനും അടിച്ച് വാരി തീയൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തീയിടാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഒരേ മഴയല്ലേ. ഇന്ന് പിന്നെ അങ്ങനെ മഴയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം പുറമെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇന്ന് പിന്നെ കുട്ടികളൊക്കെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഒരാൾ ഇനിയും എഴുന്നേറ്റിട്ടില്ല. രാവിലെ ഒരു തേങ്ങ അപ്പുറത്തെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. അത് മോളെടുത്തുകൊണ്ട് വന്ന് അവളതൊരു വീഡിയോ ആക്കി. നമുക്കിവിടെ തേങ്ങക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. നമ്മളെ ശരിക്കുള്ള സ്ഥലം തലശ്ശേരിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ 8-9 വർഷമായി. ഇവിടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തേങ്ങക്ക് ഭയങ്കര ക്ഷാമമാണ്. നാട്ടിലാണെങ്കിൽ തേങ്ങയും മാങ്ങയും ചക്കയും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ വീണത് ഇന്നലെ കാറ്റിന്. അപ്പോൾ ഇതാ ഈ ടെറസൊക്കെ തൂക്കലും വൃത്തിയാക്കലൊക്കെ ഈ ഞായറാഴ്ച ദിവസമാണ് നടക്കുന്നത്. ടാങ്കിൽ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ടാങ്കൊക്കെ കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൽ നിന്നാണ് ഒരു തേങ്ങ വീണ് കിട്ടിയെന്ന്. ആ തെങ്ങാണിപ്പം ഞാൻ കാണിക്കാൻ പോണതേ. ചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് തെങ്ങിന് വീഡിയോ എടുക്കണമെന്ന്. ഈ തെങ്ങിൻ്റെ മേലെ നിന്നാണ് തേങ്ങ വീഴുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാറ്റിനൊക്കെ വീഴും. അങ്ങനെ വീണതാണ് ഒരു വാഴ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഒരുപാട് വാഴയും മറ്റേ ചക്ക കടച്ചക്ക എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലൊക്കെ കടച്ചക്ക എന്ന് പറയും. അത് കറിയൊക്കെ വെക്കുന്ന ഒരു കുഞ്ഞിച്ചക്ക അതൊക്കെയുണ്ട്. പക്ഷെ തെങ്ങൊന്നുമില്ല. പിന്നെ അതൊക്കെ അവർ തന്നെ വന്ന് പറിച്ചുകൊണ്ട് പോകും കേട്ടോ. ഈ വാഴക്കൊലയും ചക്കയും അതൊക്കെ അവർ തന്നെ പറിച്ചുകൊണ്ട് പോകും. ഓണർ വന്ന് പറിച്ചുകൊണ്ട് പോകും. തേങ്ങയൊക്കെ ഇതുപോലെ വീണ നമ്മൾ തന്നെ എടുക്കും. അത് വല്ലപ്പോഴും വീണ് കിട്ടുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ എടുക്കും. ഇപ്പോൾ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞു. അതായത് ഈ തൂക്കൽ തന്നെ മെയിൻ പണി. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടേ. അടുക്കളയിൽ വരുമ്പോഴേക്ക് രാവിലത്തെ ഫുഡ് ആക്കി വെച്ചതിൻ്റെയും ഒക്കെ ഒരുപാട് പാത്രമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ചടപടോന്നും പറഞ്ഞ് കഴുകിയെടുക്കലാണ്. ഒരു വീട്ടിൽ തീർത്താലും തീരാത്തൊരു ജോലിയാണ് ഈ പാത്രം കഴുകൽ. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കല്ല, പൊതുവിലെ അധികം വീട്ടിൽ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പാത്രം കഴുകിയാൽ തീരില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ് എങ്കിലും അത് എത്ര തേച്ച് കഴുകിയാലും തീരില്ല. അതുപോലെ തന്നെയാണ് തുണി അലക്കലോ. തുണി തീർന്ന് എന്ന് കരുതി അകത്ത് വരുമ്പോഴേക്കും പിന്നെയും കാണും തുണി. അതിനിടയ്ക്ക് ഞാൻ ഇടിയപ്പം മുട്ടക്കറി ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അത് അമ്മമ്മയല്ല എൻ്റെ അമ്മയാണ്. ഞാൻ പിള്ളേർ അമ്മമ്മ എന്ന് വിളിച്ച് ഇപ്പം ഞാനും അമ്മമ്മ തന്നെയായി വിളിക്കുന്നത്. അവർക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സന്തതി എഴുന്നേറ്റില്ല. വേണ്ട കിടന്നുറങ്ങണം. അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഏറ്റവും വലിയ മടി രാവിലത്തെ ഉറക്കമാണ്. അവൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാര്യം വിചാരിക്കാൻ ഭയങ്കര മടിയാണ്. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യം വിചാരിച്ചാണ് അവൾക്ക് മടി. സ്കൂളില്ലാത്ത ദിവസം അവൾ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ എഴുന്നേൽക്കണ്ടല്ലോ. ഇതിപ്പം 10 മണിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടും പുള്ളിക്കാരത്തി എഴുന്നേറ്റില്ല. ഞാൻ പോയി വിളിച്ചപ്പോഴാണ് കണ്ണ് പോലും തുറക്കണത്. സ്കൂളിൽ പോകുമ്പോഴും ഇങ്ങനെയാണ്. 8 മണിക്ക് ബസ് വരും. അവൾ എഴുന്നേൽക്കുന്നത് 7:30-ക്കാണ്. പിന്നെ അവർ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരുങ്ങി പിടിച്ചാണ് പോണത്. എന്ത് ചെയ്യാൻ, രാവിലത്തെ ഉറക്കം എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ തീരെ രക്ഷയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ സകലതും ഒരുക്കി പിടിച്ച് പോണത്. എന്തോ എൻ്റെ സുഖുവിൻ്റെ ശരീരത്തിൽ നിറയെ ചെള്ള് വരുന്നതാണ് ഈ ചേട്ടൻ പെറുക്കിക്കൊണ്ടിരിക്കണത്. അതിൻ്റെ മരുന്നൊക്കെ ഉണ്ട്, എന്നിട്ടും അത് പോണില്ല. എന്ത് ചെയ്യുമോ എന്തോ, എന്താ ഇങ്ങനെ വരുന്നതെന്നും അറിയില്ല. അതിനധികം നമ്മൾ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ കുളിപ്പിക്കുകയും പിന്നെ അതിൻ്റെ പ്രത്യേക ഷാമ്പു ഒക്കെ തേക്കണുണ്ട്. എന്നിട്ടും ഇങ്ങനെ തന്നെ. എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. പിന്നെ എൻ്റെ മക്കൾ അവിടെ ഒരേ ജോലിയിലാണ്. ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കും പ്രത്യേക ഉഷാറാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്.
അവർ തന്നെ പറയും അമ്മേ ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യട്ടെ, അമ്മ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. പഠിക്കാനാണ് ഇച്ചിരി, പഠിക്കുമെന്ന് ചോദിച്ചാൽ പഠിക്കും, പക്ഷേ എങ്കിൽ അവർക്ക് ഞാൻ പുറകിൽ നിന്നൊന്ന് പ്രസ് ചെയ്യണം, മക്കളെ പഠിക്ക്, പിന്നെ നാളെ പരീക്ഷയില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഉഴപ്പികളാണ്. ടി വി, ഫോണ് ഇതൊക്കെയാണ് മെയിൻ. ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി എന്നെക്കാൾ താല്പര്യം അവർക്കാണ്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണും. അതൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നും എനിക്കും ചെയ്യണമായിരുന്നു ഇങ്ങനെയൊക്കെ, എനിക്ക് വോയിസ് കൊടുക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ എന്നൊക്കെ. പക്ഷേ എനിക്ക് എങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പം തന്നെ ഞാൻ പറയുന്നത് ശരിയാണോ പൊട്ടത്തരാണോ ചെയ്യുന്നതൊക്കെ കൊള്ളാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിലാരും കമൻറ്റും ചെയ്യാറില്ല, ലൈക്കും ചെയ്യാറില്ല, കാണുന്നവരൊന്നും കമൻ്റൊന്നും ഇടാറില്ല. അതുകൊണ്ട് എനിക്ക് നല്ലതാണോ ചീത്തയാണോ കൊള്ളാമോ ഒന്നും അറിഞ്ഞില്ല. രണ്ടുപേരും എന്തര ചെയ്യണോ എന്തോ. അവളുടെ ചെവിയിൽ ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് രണ്ടും കൂടെ പൊരിഞ്ഞ അടിയായിരിക്കും, ഇടയ്ക്ക് രണ്ടും നല്ല സ്നേഹമായിരിക്കും. ഇനിയിപ്പോൾ മോൾക്ക് 2 മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഞാനപ്പോഴേക്ക് എല്ലാം ഭക്ഷണമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അവൾക്കും ഡ്രസ്സൊക്കെ ഇടാം. അവൾക്കത് ഒറ്റയ്ക്ക് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനില്ലാത്തപ്പോൾ എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ഉടുക്കും, എങ്കിലും ഞാനുള്ളപ്പോൾ നല്ല വൃത്തിക്ക് ഉടുപ്പിച്ച് കൊടുക്കും. അതിനിടയിൽ നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ സ്മാർട്ട് ബസാറിലേക്ക് പോവുകയാണേ. മൂത്തവള ഡാൻസ് ക്ലാസ്സിന് പറഞ്ഞു വിട്ട് നമ്മൾ ബിഗ് ബസാറിലോട്ട് വന്നു. ബിഗ് ബസാറല്ല, സ്മാർട്ട് ബസാർ, കേശവദാസപുരം. തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവുമായിരിക്കും. കേശവദാസപുരത്തുള്ള നമ്മളധികം സാധനങ്ങൾ വാങ്ങിക്കാൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് അടുത്തുമാണ്, നമ്മളിവിടെ പരുത്തിപ്പാറയാണ് താമസം. അപ്പോൾ നമുക്കിവിടെ അടുത്താണ്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഡെലിവറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഓർഡറൊക്കെ കൊടുത്താൽ അവർ ഹോം ഡെലിവറി ആയിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇന്ന് ഇളയാളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് അത് ഇത് എന്നൊന്നും പറയരുത് എന്നൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനാണ് അവളുടെ അടുത്ത് അങ്ങോട്ട് പറയുക, ഒന്നും പറയരുത്, ഒന്നും വാങ്ങിച്ചു തരുമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മുമ്പേ ജാമ്യമൊക്കെ എടുക്കും. പക്ഷെ ഞാൻ അവിടെ എത്തിക്കാൻ ഞാൻ തന്നെ ആദ്യം പോണത് ഈ ചോക്ലേറ്റിൻ്റെയും ബിസ്ക്കറ്റിൻ്റെ ഇടയിലോട്ടാണ്. എന്നിട്ട് അത് വേണോ ഇത് വേണോ എന്ന് ഞാൻ തന്നെ ചോദിക്കും. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഗൈസ്. ഇനി നേരെ വീട്ടിലോട്ട്. വീട്ടിൽ വന്നു. നമ്മുടെ സുകുമോൻ അവിടെ വാലാട്ടിയിരിക്കണുണ്ട്. ഹായ്. പാവമാണെന്ന് തോന്നുന്നു. ആളെ കാണുമ്പം പക്ഷേ ഭയങ്കര കരച്ചിലാണ്. കരച്ചിലല്ല കോര, അത് പിന്നെ എല്ലാ പട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലൊക്കെ ഗൈസ്, പിന്നെ കാണാമേ.